വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഓണത്തിന് 4 സിനിമകളാണ് ഇറങ്ങിയത്. കിഷ്കിന്ധാകാന്ഡം, കൊണ്ടൽ, ബാഡ് ബോയ്സ്, അതുപോലെ ARM. അപ്പോൾ ഈ 4 സിനിമകളുടെയും സെപ്പറേറ്റ് റിവ്യൂ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ 4 സിനിമകളുടെയും ടോട്ടലായിട്ട് ചുരുക്കിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യുകയാണ്. അതേപോലെ ഈ 4 സിനിമകളും എത്രാം സ്ഥാനത്താണ് ഉള്ളത് എന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റേറ്റിംഗ് നോക്കിയിട്ട് പറയുകയല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഈ 4 സിനിമകൾ കണ്ടല്ലോ, അപ്പോൾ കണ്ടിട്ട് എനിക്ക് എന്താണോ തോന്നിയത് അത് പ്രകാരം ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് എന്തായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സിൻ്റെ പ്രധാന മാറ്റർ എന്താണെന്ന് വെച്ചാൽ കോമഡിയാണ്. പ്രധാനവും അപ്രധാനവും എല്ലാം തന്നെ കോമഡിയാണ്. ഈ സിനിമ കോമഡി മാത്രം ഉദ്ദേശിച്ച് എടുത്തിരിക്കുന്ന സിനിമയാണ്. ഇതിൻ്റെ ഓരോ വാക്ക്, ഓരോ വാക്യം, ഓരോ പ്രവൃത്തി, ഓരോ സീന് എന്തിൽ പറയുകയാണെങ്കിലും കോമഡിയാണ്. പക്ഷേ ഈ കോമഡികളുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മണ്ടത്തരങ്ങളുടെ കോമഡിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ലോജിക്ക് ബേസ് അല്ലാത്ത കോമഡികൾ. ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആട് സിനിമ കണ്ടിട്ടില്ലേ, ജയസൂര്യ അഭിനയിച്ച ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം 2 സിനിമകളുടെയും കോമഡിയാണ്. 2 സിനിമകളിലും ചെറിയ ചെറിയ ആക്ഷനുകളും രണ്ടിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമയെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആട് സിനിമയിൽ ജയസൂര്യ ആണെങ്കിൽ ഈ സിനിമയിൽ റഹ്മാനാണ്. അതേപോലെ ആട് സിനിമയിൽ ബാക്കി കുറേ ശിങ്കിടികളും ഉണ്ടല്ലോ. അതേപോലെ ഈ സിനിമയിൽ റഹ്മാൻ്റെ ഒപ്പം ബിബിൻ ജോർജ്, ആൻസൺ പോൾ, സെന്തിൽ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കാര്യങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആ സിനിമയിൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു വാനിലാണല്ലോ ഇവർ യാത്ര ചെയ്യുക, ഇതിലൊരു പഴയൊരു കാറിലും. ആ ഒരു വ്യത്യാസമാണ്. പക്ഷേ മാറ്ററൊക്കെ വേറെയാണ് കേട്ടോ, കഥാവിഷയങ്ങളൊക്കെ വേറെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയിൽ ബാബു ആൻ്റണി, അതേപോലെ ധ്യാൻ ശ്രീനിവാസൻ, ഭീമൻ രഘു, അങ്ങനെ ഒരുപാട് ക്യാരക്ടറുകൾ ഓരോ സീന് കഴിയുമ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് വരുന്നുണ്ട്. ടിനി ടോം, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇവരും കോമഡി തന്നെയാണ്. അവരുടെ കോമഡി ഭാഗം കഴിഞ്ഞാൽ അവർ പോവും, പിന്നെ അടുത്ത ആൾ വരും. അങ്ങനെ കോമഡിയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ടൻ തമാശകൾക്ക് നിങ്ങൾക്ക് ചിരി വരുമോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ. എന്തായാലും എനിക്ക് ചിരി വരും. കാരണം അവർ പെട്ടെന്ന് അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചിരി വന്നു പോകും. അപ്പം ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അപ്പോൾ ഇതിൽ ഈ കോമഡി കൂടാതെ ചിലരെയൊക്കെ റോസ്റ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ബോച്ച്, അണി റോസ്, അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, അശ്വന്ത് ഗോകു, ഇവരെയൊക്കെ നന്നായിട്ട് ഒരു കളിയാക്കുന്ന രീതിയിൽ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അശ്വന്ത് ഗോകു, അണി റോസൊന്നുമില്ല, ബോച്ചയും ഇല്ല. പക്ഷേ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ചിലരെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഇവരെ ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് ചിരി വന്നു. കാരണം എന്താ വെച്ചാൽ ഞാനും ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അശ്വന്ത് ഗോകും, ആറാട്ടണ്ണനും, അലൻ ജോസ് പെരേരയൊക്കെ അവർ ചെയ്തപ്പോൾ ഞാൻ പുതിയൊരു ചാനലാണല്ലോ, അപ്പോൾ ഞാൻ നല്ലപോലെ സബ്സ്ക്രൈബർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെയും ചിലപ്പോൾ ഈ സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ കുറേ ചിരിച്ചു. പിന്നെ അതല്ലാതെ തന്നെ ചില കോമഡികൾ പെട്ടെന്ന് ചിരി വരുന്ന കോമഡികൾ ഇതിലുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ചില പ്രേക്ഷകർക്ക്, ഞാൻ ഇപ്പോൾ സിനിമ വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ചിലവർ പറയുന്നത് ഇത് എന്ത് ഊളപ്പടാണ് എന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ കോമഡി അല്ലാതെ അവർ വല്ലാത്ത ആക്ഷൻ, അതുപോലെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ച് വന്നതായിരിക്കാം. പക്ഷേ ഈ സിനിമയുടെ ഉദ്ദേശം കോമഡിയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 4ാം സ്ഥാനം. ഇനി അടുത്തത് കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം സിനിമ തിരുവോണ നാളിലാണ് ഞങ്ങളുടെ ഇവിടെ റിലീസ് ചെയ്തത്. ഞാൻ അത് കണ്ടു. 5 മണിക്കുള്ള ഷോ പോയിട്ട് അതും ഫസ്റ്റ് ഷോ കണ്ടു. സത്യം പറഞ്ഞാൽ ഈ ഓണത്തിന് ഞാൻ ആദ്യം കാണേണ്ട പടം അതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ റിലീസ് ചെയ്തത് തിരുവോണ നാളിലെ റിലീസ് ചെയ്തുള്ളൂ, അതിന് മുമ്പേ ആയിട്ടില്ല. അത് നേരത്തെ റിലീസായ സിനിമയാണല്ലോ.
ഗംഭീര സിനിമയാണ് കേട്ടോ. ഒന്നാം തരം സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഇതിൻ്റെ പ്രധാന നായകൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, സിനിമാറ്റോഗ്രാഫി, ഈ 4 കാര്യങ്ങൾ ഗംഭീരമാക്കിയ ബാഹുൽ രമേശ് ആണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതിൽ ബാഹുൽ രമേശാണ് ഈ സിനിമയുടെ ഒന്നാമത്തെ നായകൻ. അദ്ദേഹത്തിൻ്റെ ആ തിരക്കഥയുടെയും കഥയുടെയും അതേപോലെ ഓരോ സീനിലുള്ള ആ ഒരു ഡയലോഗിൻ്റെയൊക്കെ എഴുത്തുണ്ടല്ലോ, സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം ഇതുപോലെ കുറേ സിനിമകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിന് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഹുൽ രമേശ് ചെയ്ത ഈ സ്റ്റോറിക്കും സ്ക്രീൻ പ്ലേക്കും ഡയലോഗിനും പറ്റിയൊരു നടൻ വേണമല്ലോ. അങ്ങനെ ഇവർ തിരഞ്ഞെടുത്ത നടനും ഗംഭീര നടനാണ്. നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും അതുല്യ പ്രതിഭയായ വിജയരാഘവൻ സാർ ഇതിൽ പ്രധാന ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പുപിള്ള എന്ന ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ വിജയരാഘവൻ സാർ ഇങ്ങനെ ഒരു വേഷം ഏത് സിനിമയിലും ചെയ്തിട്ടില്ല. ഒരു പുതിയ ഒരു വേഷമാണ്, ഒരു പുതുമയുള്ളൊരു സിനിമയാണിത്. പുതിയൊരു മാറ്ററാണ്, പുതിയ വിഷയങ്ങളാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കേട്ടോ. അതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുപിള്ള എന്ന ക്യാരക്ടർ എന്ത് അവസ്ഥയാണോ അത് അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ സാർ ഒരു ഗംഭീരമുള്ള ഒരാളാണല്ലോ. അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയുള്ള ഒരാളെ അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഞാനും ഇങ്ങനെ കണ്ണെടുക്കാതെ അദ്ദേഹം എന്താ ചെയ്യുന്നു നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞപ്പോൾ ചേട്ടാ കഴിഞ്ഞല്ലോ, കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായതിനെ എനിക്ക് തോന്നി. ഞാൻ എന്തായാലും 2ാം പ്രാവശ്യം ഈ സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിജയരാഘവൻ സാറുടെ അഭിനയം മറക്കാൻ പറ്റില്ല. ഗംഭീരമാക്കിയിട്ടുണ്ട്. സിനിമ പറഞ്ഞാൽ ഒന്നൊന്നര സിനിമയാണ്. അച്ഛന് മകനോടുള്ള സ്നേഹം, മകന് അച്ഛനോടുള്ള സ്നേഹം, അതേപോലെ അവർ തമ്മിലുള്ള വിശ്വാസം, സംരക്ഷണം എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫ് അലിയുടെ ക്യാരക്ടർ, ഈ അച്ഛൻ്റെ റോളാണ് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അതാണ് ഞാൻ വിജയരാഘവൻ സാറിന് തന്നെ പറഞ്ഞത്. അതോടനുബന്ധിച്ച് തന്നെ ആസിഫ് അലിയും ഉണ്ട്. അവർ 2 പേരും ചേർന്നിട്ടാണ് ആ സിനിമ അങ്ങനെ പോകുന്നത്. അപ്പോൾ ആസിഫ് അലിക്ക് കൊടുത്തിരിക്കുന്ന വേഷം അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കമായ ഒരു മുഖം ഉണ്ടല്ലോ അങ്ങേർക്ക് എപ്പോഴും അഭിനയത്തിൽ, ആ ഒരു നിഷ്കളങ്കതയോടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ചില ഓഡിയൻസിന് ആക്ഷൻ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ചിലവർ കോമഡി, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് അങ്ങനത്തെയൊക്കെ. ഇതിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് കേട്ടോ കിഷ്കിന്ധാകാന്ഡത്തിൽ. പക്ഷേ കോമഡി അതുപോലെ കുറേ സോങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ആക്ഷനും അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ആക്ഷൻ മാത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയായാലും പൊതുവായുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, പൊതു പ്രേക്ഷകർ, അവരൊക്കെ ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഈ സിനിമ എല്ലാവർക്കും ഏകദേശം പേർക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ കിഷ്കിന്ധാകാന്ഡം ഈ ഓണം ഈ സിനിമയാണ് കൊണ്ടുപോയത് എന്നാണ്. ഈ ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ കിഷ്കിന്ധാകാന്ഡമാണ് ഈ ഓണത്തെ ഏറ്റെടുത്തത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ. അപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിന് 1ാം സ്ഥാനം. ഇനി അടുത്തത് കൊണ്ടൽ മൂവി. കൊണ്ടലിൽ കടപ്പുറത്തെ മീൻപിടുത്തക്കാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അവരുടെ ജീവിത കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും അതിൻ്റെ കണ്ടന്റ് അതല്ല, പക്ഷേ ഈ സിനിമ എടുത്തിരിക്കുന്ന വിധത്തിൽ അവരുടെ ആ ജീവിതത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാട്, യാതനകൾ, മീൻ പിടിക്കുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ആക്ഷനും ഉണ്ട്, അതേപോലെ ത്രില്ലിങ്ങും ഉണ്ട്. ഈ സിനിമയുടെ ഒരു 20% കരയിലാണ്. അത് കഴിഞ്ഞിട്ട് മുഴുവനും കടലിൻ്റെ നടുവിൽ ബോട്ടിലാണ് സംഭവിക്കുന്നത്. ബോട്ടിൽ വെച്ചിട്ട് നല്ല ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വില്ലന്മാർ കട്ടക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ വില്ലന്മാരിൽ ഷബീർ കളരിക്കൽ ഗംഭീര അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു അങ്ങേര് ഒരു വെറും ഒരു വില്ലനല്ല, നല്ല ബുദ്ധിയുള്ള സൂക്ഷ്മ നിരീക്ഷണമുള്ള ഒരു വില്ലനായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. നന്നായിട്ട് ഷബീർ കളരിക്കൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ എപ്പോഴും നമ്മുടെ പെപ്പയെ തുറിച്ച് നോക്കിക്കൊണ്ടും പേടിപ്പിക്കുന്ന രീതിയിലൊരു വില്ലനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദു, അതേപോലെ പ്രമോദ് വെള്ളിയനാട്, ഇവർ 4 പേരും തന്നെ ആ ബോട്ടിൽ ഭയങ്കരമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഏത് സമയവും ഹീറോയെ എപ്പോൾ അപായപ്പെടുത്താം, അയാളെ തന്നെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് പറ്റിയ രീതിയിലുള്ള മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ അതേപോലെ തന്നെ
ഈ വില്ലന്മാർ ഇത്രയും സ്ട്രോങ് ഈ സിനിമയുടെ ഒരു പ്രധാന പോയിന്റ് എനിക്ക് തോന്നിയത് ഈ വില്ലന്മാരുടെ ആ സ്ട്രോങ് ആണ് കേട്ടോ. അവർ ചെയ്യുന്ന ആ രീതി അവസാനമാണ് അവർ പൊട്ടിക്കുന്നത്, പക്ഷേ അവസാനം വരെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു സ്ട്രോങ് ആയ വില്ലന്മാർക്ക് കട്ടക്കി നിൽക്കുന്ന ഹീറോ ആയിട്ട് പെപ്പയും അഭിനയിച്ചിട്ടുണ്ട്. പെപ്പെ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. അങ്ങേരും ഭയങ്കര ഒരു യോദ്ധാവിൻ്റെ രീതിയിൽ തന്നെയാണ് എപ്പോഴും ഇരുത്തവും ഭാവവും നടത്തവും ഒക്കെ. അത് ഇവർ ഇത്രയും സ്ട്രോങ്ങിൽ ഇരിക്കുമ്പോൾ പെപ്പയും അങ്ങനെ ആയപ്പോൾ കറക്റ്റായി. രാജ്ബി ഷെട്ടിക്കും ഈ സിനിമയിൽ പെപ്പയുടെ പോലെ തന്നെ തുല്യ റോളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് കുറച്ച് നെഗറ്റീവ് വശങ്ങൾ ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ബോട്ടിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും 20% ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരയിൽ വെച്ചിട്ട് ഇവർ ചെയ്തിട്ട് വന്നല്ലോ പെപ്പെ. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ബോട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഈ ബോട്ടിൽ വെച്ചിട്ട് ഇതേ ഒരു കാര്യം അന്വേഷിച്ചാണ് നടക്കുന്നത്. ആ അന്വേഷിക്കുന്ന കാര്യം ഈ വില്ലന്മാരുടെ അടുത്ത് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി, കാര്യം എന്താണെന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് അതിനൊരു തീരുമാനം എടുക്കണ്ടേ. അത് ചെയ്യാതെ ഈ വില്ലന്മാർ പലതവണ ഈ ഒരു പെപ്പയുടെ ക്യാരക്ടറിനെ, മാനുവൽ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, മാനുവലിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം അപ്പം ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും വെറുതെ സാധാരണ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം? അതങ്ങോട്ട് പെട്ടെന്ന് ആ വില്ലന്മാരുടെ അടുത്ത് ഒരു ആക്ഷനൊക്കെ ചെയ്ത് അതൊന്ന് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കരയിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീർക്കാനുണ്ട്. പക്ഷെ അത് ചെയ്യാതെ ആ ബോട്ടിൽ തന്നെ സിനിമ അവസാനിക്കുകയാണ്. അതൊരു വലിയൊരു നെഗറ്റീവ് വശമായി. കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തിന് തീരുമാനം എടുത്തിരുന്നെങ്കിൽ കരയിൽ നമ്മുടെ കിരീടത്തിലും ചെങ്കോലിലൊക്കെ അഭിനയിച്ച ഹസീന എന്ന നമ്മളൊക്കെ വിളിക്കുന്ന ഉഷ എന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഉഷ ഉണ്ടല്ലോ ആക്ട്രസ്, ഉഷ ഈ സിനിമയിൽ ഒരു വില്ലത്തിയുടെ റോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹം ബോട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഉഷയുടെ അടുത്ത് പോയിട്ട് അവരുടെ ആ ഗുണ്ടായസത്തിലൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അത് പരിഹരിച്ചിട്ട് സ്വന്തം ഫാമിലിയിലും അതേപോലെ രാജ്ബി ഷെട്ടിയുടെ ഫാമിലിയൊക്കെ ഒന്ന് കാണിച്ച് അതിനും കുറച്ച് രംഗങ്ങളൊക്കെ വെച്ചിരുന്നെങ്കിൽ ഈ സിനിമ ഒന്നുകൂടി ഒരു പൂർണ്ണമാകുമെന്ന് തോന്നുമായിരുന്നു. പക്ഷേ ബോട്ടിലെ പ്രശ്നം തന്നെ തീർത്തിട്ട് ഈ നായകൻ അങ്ങനെ ഇരിക്കുകയാണ്, അതോടെ സിനിമ തീരുകയാണ്. അപ്പോൾ അതൊരു സുഖമില്ലാത്ത പോലെ തോന്നി. പിന്നെ അതേപോലെ ബോട്ടിൽ വെച്ചിട്ട് ഇവർ മീൻ പിടിക്കുന്ന രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ ഒരു സ്രാവ് ഇങ്ങനെ കടലിൽ വലിയൊരു സ്രാവ് വന്ന് ഇവരെ ആക്രമിക്കുന്നുണ്ട്, അതുമായിട്ടൊരു മൽപ്പിടുത്തമുണ്ട്. അതൊക്കെ നന്നായി ഗംഭീരമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം അന്വേഷിച്ചിറങ്ങുന്ന ആ ഒരു കാര്യത്തിന് മാത്രം ബോട്ടിൽ വെച്ചിട്ട് ഒരു തീരുമാനം ആക്കാതെ വലിച്ചു നീട്ടി അവസാനം തീരുമാനിപ്പിച്ച് ചെയ്തത് കൊണ്ട് ഒരു കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അതിൽ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3-ാം സ്ഥാനം. ഇനി അടുത്തത് ARM മൂവി. നമ്മുടെ ടൊവിനോ തോമസ് 3 റോളിൽ വ്യത്യസ്ത റോളുകളിൽ ചെയ്തിരിക്കുന്ന ഗംഭീര വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെയുള്ള 3Dയിൽ ഇറങ്ങിയ ARM അഥവാ അജയൻ്റെ 2ാം മോഷണം. നല്ലൊരു സിനിമയാണ്. ഇതൊരു അഡ്വഞ്ചർ ഫിലിമാണ്. പക്ഷേ അഡ്വഞ്ചർ പറഞ്ഞാൽ ഒരു സാങ്കല്പിക സിനിമയാണ്. പക്ഷേ എന്നാൽ ഇത് നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. ടൊവിനോയുടെ ആ 3 റോളും 3 ക്യാരക്ടറുകളാണ്. അതായത് ഒരു ക്യാരക്ടറാകട്ടെ കളരി ഗുരുക്കളുടെ നല്ല ഗൗരവമുള്ള ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു റോള്, അത് എങ്ങനെ വേണമോ അങ്ങനെ തന്നെ ടൊവിനോ ചെയ്തിട്ടുണ്ട്. അടുത്ത റോൾ ഈ സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മണിയൻ എന്ന കള്ളൻ്റെ ക്യാരക്ടർ ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. മണിയൻ്റെ ആ വേഷം ടൊവിനോ ചെയ്യുമ്പോൾ അങ്ങേരുടെ ആ കണ്ണുകൾ, ആ മുടി, അങ്ങേരുടെ സംസാര ശൈലി, ആക്ഷൻ എല്ലാം തന്നെ അങ്ങേര് ഒരു ശരിക്ക് പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയുടെ അനന്തരവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് വേണമെങ്കിൽ ടൊവിനോയുടെ ഈ മണിയൻ ക്യാരക്ടറിനെ നമുക്ക് പറയാം. ഗംഭീരമാക്കിയിട്ടുണ്ട്. മണിയനെയാണ് ഈ സിനിമയുടെ അങ്ങനെ കൊണ്ടുപോകുന്നത്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. പിന്നെ അടുത്തത് ഒരു സാധാരണ യുവാവും അതേസമയം പൂർവികർ ചെയ്യുന്ന തെറ്റുകൾക്ക് നിന്ദനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു യുവാവും. അതാണ് അടുത്ത ക്യാരക്ടർ. അത് നല്ല രീതിയിൽ തന്നെ അതും ടൊവിനോ ചെയ്തിട്ടുണ്ട്. സാധാരണ യുവാവായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഒരു തികഞ്ഞ അഭ്യാസിയുമാണ്, കളരി അറിയുന്ന ഒരു അഭ്യാസിയുമാണ്. അപ്പോൾ സാധാരണ യുവാവായിട്ട് നിൽക്കുന്ന ആ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന ആ യുവാവായിട്ട് അദ്ദേഹം നിൽക്കേണ്ട സ്ഥലത്ത് അങ്ങനെയും, അതേസമയം അഭ്യാസി ആകേണ്ടടുത്ത് നല്ലൊരു അഭ്യാസിയായിട്ടും ടൊവിനോ ആ ക്യാരക്ടറിനും മാറ്റി
കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ, നമ്മുടെ മോഹൻലാൽ ഏട്ടൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ആദ്യം അവസാനമൊക്കെ അങ്ങേരുടെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതും അതേ ആ സിനിമയിലുള്ളതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നല്ല പാട്ടുകളുണ്ട്, അതേപോലെ ആക്ഷൻ ഉണ്ട്, അതേപോലെ ഒരു നിധി കാക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ വിഷ്വൽ എഫക്ട്സ് ഉണ്ട്. പിന്നെ 3 ക്യാരക്ടറിൽ തിളങ്ങിക്കൊണ്ട് നമ്മുടെ ടൊവിനോ തോമസ് അഭിനയിച്ചിട്ടുണ്ട്. ടോട്ടൽ പറഞ്ഞാൽ നല്ലൊരു സിനിമയാണ്. അപ്പോൾ AR മൂവിക്ക് എൻ്റെ അഭിപ്രായത്തിൽ 2ാം സ്ഥാനം. പക്ഷേ ഞാനിങ്ങനെ 2ാം സ്ഥാനം പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. AR മൂവിയും കിഷ്കിന്ധാ കാണ്ഡവും ഗംഭീര സിനിമകളാണ്, നന്നായിട്ടുണ്ട്. അതിനിങ്ങനെ സ്ഥാനങ്ങൾ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്രമല്ല ഈ 4 സിനിമകളും തന്നെ വ്യത്യസ്ത മാറ്ററുകളുമായിട്ട് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന സിനിമകളാണ്. ഒന്ന് കോമഡി, ഒന്ന് കടപ്പുറം, മീൻപിടുത്തക്കാരെ, ആക്ഷൻ, അങ്ങനെയുള്ള വിഷയം. പിന്നെ ARM ആണെങ്കിൽ അഡ്വഞ്ചർ ഫിലിം. അതിൽ 3 ക്യാരക്ടറിൽ ഗംഭീര ആയോധന കലകളും എല്ലാം അഭ്യസിച്ച് ആക്ഷൻ ചെയ്യുന്ന ഒരു ടൊവിനോയുടെ ക്യാരക്ടറുകൾ. പിന്നെ കിഷ്കിന്ധാ കാണ്ഡം ആകട്ടെ ക്രൈം ത്രില്ലർ മൂവി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ബാഹുൽ രമേശിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കഥ. പിന്നെ അതേപോലെ അതിൽ ആസിഫ് അലി, അതുപോലെ വിജയരാഘവൻ സാറുടെ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് വിശേഷിപ്പിക്കാനാവാത്ത വിധമുള്ള ഒരു അപ്പുപിള്ള എന്ന ക്യാരക്ടറിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം എല്ലാം കൊണ്ടും കിഷ്കിന്ധാ കാണ്ഡം ഉഷാറാണ്. അപ്പോൾ ഈ 4 സിനിമകളും തന്നെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നവ തന്നെയാണ്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിങ്ങനെ സ്ഥാനങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ കിഷ്കിന്ധാ കാണ്ഡം 1ാം സ്ഥാനം, ARM മൂവി 2ാം സ്ഥാനം, കൊണ്ടൽ 3ാം സ്ഥാനം, പിന്നെ 4ാം സ്ഥാനത്ത് ബാഡ് ബോയ്സും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.